റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന ഏരിയാസ് ഉണ്ട് കുറെ. നമുക്കത് പിന്നീട് നമുക്ക് യൂസ്ഫുൾ ആവുകയും ചെയ്യും. സോ ഓരോ മോഡ്യൂളിലെയും സിലബസ് ആദ്യം നന്നായി മനസ്സിലാക്കുക എന്നുള്ളതാണ്. അത് തന്നെ അവർക്ക് ഒരു ടെൻഷൻ കുറയ്ക്കുന്ന ഒരു മാർഗമാണ് അല്ലെ. അതിന്റെ കോൺസെപ്റ്റ്സ് മനസ്സിലാക്കി ഡീപ് ലേണിംഗ് നടത്തി. JRF ആണെങ്കിൽ ടോപ്പ് വരുന്ന 1% ഈസി ആയിട്ട് അവർക്ക് ക്രാക്ക് ചെയ്യാൻ വേണ്ടിട്ട് സാധിക്കും. നമസ്കാരം, സഹകാരി റൈസ് പ്ലസിന്റെ മറ്റൊരു പോഡ്കാസ്റ്റ് വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. UGC നെറ്റ് അഥവാ JRFന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരുപാട് കുട്ടികളുണ്ട് ഇപ്പോൾ. അപ്പം നമ്മൾ കഴിഞ്ഞ ഒരു പോഡ്കാസ്റ്റിൽ എന്താണ് UGC നെറ്റ് എന്നും അതുപോലെ തന്നെ അത് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെയാണ് അതിന്റെ മാനദണ്ഡങ്ങളും എന്നെല്ലാം നമ്മൾ നോക്കിയിരുന്നു. ഇന്ന് നമ്മൾ JRFന്റെ റോഡ് മാപ്പ് എങ്ങനെ നമുക്ക് പ്ലാൻ ചെയ്യാം, അതായത് ആദ്യമായിട്ട് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഇതെങ്ങനെ ഈസി ആയിട്ട് ആ ഒരു ഗോളിലേക്ക് എത്തിച്ചേരാം എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മൾ നോക്കുന്നത്. ഇതിനെക്കുറിച്ച് നമുക്ക് കൂടുതൽ വിവരങ്ങൾ പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് കൂടെയുള്ളത് ഫെബിൻ ആസിയ മാം ആണ്. JRF ക്വാളിഫൈഡ് ആണ് 2025. മാം കഴിഞ്ഞ പോഡ്കാസ്റ്റിൽ നമ്മളോടൊപ്പം ഉണ്ടായിരുന്നു. നമ്മുടെ കുറെ ഡൗട്ടുകൾ ക്ലിയർ ചെയ്ത് തന്നു. മാം, വെൽക്കം ടു ദി ഷോ. മാം, എൻ്റെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്, ലൈക്ക് ഈ JRFന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾക്ക് അപ്പം ആദ്യം അവർക്ക് എല്ലാവർക്കും ഒരു ടെൻഷൻ ഉണ്ടായിരിക്കും. അതായത് MCOM പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളാണ്. അപ്പൊ പലരുടെയും ചിന്ത, അയ്യോ BCom കഴിഞ്ഞു, MCOM പഠിച്ചു, ഇനിയും ഞാൻ അടുത്ത് വീണ്ടും ഇനി പഠിച്ചുകൊണ്ടിരിക്കണോ, അല്ലെങ്കിൽ ഇതിനൊരു സ്റ്റാർട്ടിങ് ട്രബിൾ എല്ലാവർക്കും ഉണ്ടായിരിക്കുമല്ലോ. അപ്പം തുടക്കത്തില് അതായത് കുട്ടികൾക്ക് ആ ഒരു ടെൻഷൻ മാറ്റിയിട്ട് ഇതിനെ എങ്ങനെ, അതായത് ഫസ്റ്റ് ടൈം പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾക്ക് എങ്ങനെയാണ് ഇതിനെ ഒന്ന് ഈസി ആയിട്ട് കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നത് എന്നുള്ളതിന്റെ ഒരു സ്ട്രാറ്റജി ഒന്ന് പറഞ്ഞുതരാം. ഫസ്റ്റ് ഓഫ് ഓൾ, നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഒരു എക്സാമിന് വേണ്ടി ആദ്യമായിട്ട് അപ്പിയർ ചെയ്യുന്ന ഒരു സ്റ്റുഡൻ്റ് ആണെങ്കിൽ ആദ്യം തന്നെ NDAയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ കയറി അതിൻ്റെ പേപ്പർ 1ൻ്റെയും പേപ്പർ 2ൻ്റെയും സിലബസ് ഡൗൺലോഡ് ചെയ്യുക. ദെൻ നമുക്കറിയാം പേപ്പർ 1ന് 10 മോഡ്യൂൾസ് ആണ്, പേപ്പർ 2നും അതുപോലെ തന്നെ 10 മോഡ്യൂൾസ് ആണ്. സോ ഓരോ മോഡ്യൂളിലെയും സിലബസ് ആദ്യം നന്നായി മനസ്സിലാക്കുക എന്നുള്ളതാണ്, സിലബസ് അറിയുക എന്നുള്ളതാണ് ഫസ്റ്റ് ഓഫ് ഓൾ ആദ്യമായിട്ട് അപ്പിയർ ചെയ്യുന്ന ഒരാൾ. അത് തന്നെ അവർക്ക് ഒരു ടെൻഷൻ കുറയ്ക്കുന്ന ഒരു മാർഗമാണ് അല്ലെ. അതായത് എത്ര കൂടുതൽ പഠിക്കാനുണ്ട് എന്നുള്ളതിനെ കാട്ടിയും ഇത്രയുമേ പഠിക്കാനുള്ളൂ എന്ന് മനസ്സിലാക്കിയെടുക്കുക. BCom MCom ലെവൽ ആ പഠിച്ച ഒരു കാര്യങ്ങൾ തന്നെയാണ് നമ്മുടെ സിലബസിലും വരുന്നത്. ദെൻ നമുക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് 2 to 3 ഇയർ ബാക്കിലുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് കളക്ട് ചെയ്യുക. ദെൻ അതുവഴി നമുക്കൊരു എക്സാമിന്റെ ക്വസ്റ്റ്യൻ പാറ്റേൺ മനസ്സിലാക്കാനായിട്ട് പറ്റും. അതുപോലെ തന്നെ നമുക്ക് എന്താണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് അനലൈസ് ചെയ്യുന്നത് വഴി വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന ഏരിയാസ് ഉണ്ട് കുറെ. അതായത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒരിക്കലും എന്താണ് PVQs റിപ്പീറ്റ് ചെയ്യാറില്ല, ആ കോൺസെപ്റ്റ് അല്ലെങ്കിൽ ഏരിയാസ് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യാറുണ്ട്. അതാണ് ഞാൻ ചോദിക്കാൻ വന്നത്. അതായത് സാധാരണ എപ്പോഴും കുട്ടികൾ വിചാരിക്കുന്ന പഴയ ക്വസ്റ്റ്യൻസ് അതുപോലെ തന്നെ റിപ്പീറ്റ് ചെയ്യുമെന്നുള്ള ഒരു തെറ്റിദ്ധാരണയിൽ വരാറുണ്ട്. അങ്ങനെ ചോദിക്കാറില്ല, പക്ഷെ സെയിം കോൺസെപ്റ്റ് ആണ്. കോൺസെപ്റ്റ് മനസ്സിലാക്കാനായിട്ടും അല്ലെങ്കിൽ റിപ്പീറ്റ് ചെയ്യുന്ന ഏരിയാസ് നമുക്ക് മനസ്സിലാക്കാനായിട്ടും സാധിക്കും എന്നുള്ളത്. അതായത് ആ കോൺസെപ്റ്റ് മനസ്സിലാക്കിക്കൊണ്ട് പുതിയ വർഷങ്ങളിൽ വരുന്ന ക്വസ്റ്റ്യൻസിന് ഈസി ആയിട്ട് അവർക്ക് ക്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പം മാഡം ഈ UGC നെറ്റിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്തിരുന്നു. മാഡം കഴിഞ്ഞ പോഡ്കാസ്റ്റിൽ പറയുകയുണ്ടായി 4 പ്രാവശ്യം നെറ്റ് അറ്റംപ്റ്റ് ചെയ്തു. 4ാമത്തെ അറ്റംപ്റ്റിലാണ് UGC പ്ലസ് JRF മാം ക്വാളിഫൈഡ് ആയി വന്നത്. അപ്പൊ മാഡം ഇത്രയും വർഷത്തെ ഒരു ലോങ് ടേം ഒരു എക്സ്പീരിയൻസിൽ, അതായത് പ്രിപ്പറേഷനിൽ മാം ഫസ്റ്റ് ആയിട്ട് ഈ ഒരു പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് എന്തൊക്കെയാണ് മാം ഫേസ് ചെയ്ത ഇനിഷ്യൽ ആ ചാലഞ്ചസ് എന്നൊന്ന് പറഞ്ഞുതരാം. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്കറിയാം ഈ ഒരു പേപ്പർ അല്ലെങ്കിൽ എക്സാം എന്ന് പറയുന്നത് ഭയങ്കര കുറച്ച് ടഫ് ആയിട്ടുള്ള എക്സാം ആണ്, ഒരു നാഷണൽ ലെവൽ എക്സാം ആണ്. അപ്പോൾ അതിൻ്റെതായ ഒരു ഡിഫിക്കൽട്ടി ലെവൽ എക്സാമിന് കാണും. അതുപോലെ ഇപ്പം എൻ്റെ പേപ്പർ 2 എന്ന് പറയുന്നത് നമ്മുടെ കൊമേഴ്സ് ആണ്. കൊമേഴ്സ് എന്ന് പറയുമ്പോൾ ഒരുപാട് സ്റ്റുഡൻസ് അറ്റൻഡ് ചെയ്യുന്ന ഒരു അപ്പിയർ ചെയ്യുന്ന എക്സാം ആണ്. സോ അങ്ങനെ നമുക്ക് നമ്മളെ കൊണ്ട് സാധിക്കുമോ, ടോപ്പിൽ വരുന്ന 6%-നാണ് നെറ്റ് കിട്ടുന്നത്. അത് നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് മക്കളെ. ഇപ്പം നമ്മൾ 100 പേര് എക്സാം എഴുതി കഴിഞ്ഞാൽ 6 പേര് മാത്രമായിരിക്കും ചിലപ്പോൾ അതിൽ നിന്ന് JRF ക്വാളിഫൈഡ് ആയിട്ട് വരുന്നത് അല്ലെ. നെറ്റിനാണ് 6%, JRF ആണെങ്കിൽ ടോപ്പ് വരുന്ന 1%. പലപ്പോഴും 1% പോലും അവർ കൊടുക്കാറില്ല എന്നുള്ളതാണ് വാസ്തവം. പിന്നെ മാം എപ്പോഴും വരുന്നൊരു ചോദ്യമാണ് ഇതിന്റെ കട്ട് ഓഫ് എങ്ങനെയാണ് നിശ്ചയിക്കുക എന്നുള്ളത്. അപ്പം ഓരോ പ്രാവശ്യവും നിശ്ചിതമായിട്ടുള്ള ഒരു കട്ട് ഓഫ് വെച്ചിട്ടാണോ അവര് ക്വാളിഫൈഡ് ആയിട്ടുള്ള JRF കാൻഡിഡേറ്റ്സിനെയും UGC നെറ്റിൽ ഇത്ര പേര് ക്വാളിഫൈഡ് ആയി എന്ന് പ്രഖ്യാപിക്കുന്നത്? അപ്പം അതിന്റെ ഒരു മാനദണ്ഡം എങ്ങനെയായിരിക്കും? ഒരിക്കലും ഒരു പ്രീ ഡിറ്റർമിൻഡ് ആയിട്ടുള്ള ഒരു കട്ട് ഓഫ് വെച്ചിട്ടില്ല. എത്ര സ്റ്റുഡൻസ് എക്സാം എഴുതി എന്നുള്ളതിൽ നിന്നും അതിൽ നിന്നും ഏറ്റവും ടോപ്പ് വരുന്ന 6%-ന് നെറ്റ് കൊടുക്കുന്നു, ആൻഡ് 1%-ന്റെ അടുത്ത് JRF കൊടുക്കുന്നു. അല്ലാതെ നമ്മൾ ഇങ്ങനെ ആയിട്ടൊരു കട്ട് ഓഫ് വെച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം. ഓക്കെ മാഡം, അപ്പം നമ്മളിപ്പം മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇനിഷ്യലി പഠിച്ച് തുടങ്ങുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് അല്ലെ. അപ്പം പഠിച്ചു തുടങ്ങുന്ന മക്കൾക്ക് എങ്ങനെ ഇത് ഈസി ആക്കാമെന്ന് നമുക്ക് മാമിനോട് ചോദിച്ചു നോക്കാം. മാം, ഇപ്പൊ ഒരു ഡെയിലി പ്ലാന് അല്ലെങ്കിൽ ഒരു ദിവസം എത്ര മണിക്കൂർ സ്പെൻഡ് ചെയ്യണം
ഏതൊക്കെ മേഖലകളിൽ പഠിക്കണം, അതുപോലെ തന്നെ നമ്മൾ എന്തിനും ഒരു ടൈം ടേബിൾ ഉണ്ടാക്കിയെങ്കിൽ മാത്രമല്ല ഇത് പ്രോപ്പറായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം എൻ്റെ ഈ ക്വസ്റ്റ്യനിൽ മെയിൻ ആയിട്ട് വരുന്നത് ഒന്ന് ടൈം ടേബിൾ, എത്ര മണിക്കൂർ സ്പെൻഡ് ചെയ്യണം, എങ്ങനെയായിരിക്കണം ഒരു ദിവസം പ്ലാൻ ചെയ്യേണ്ടത്? നമ്മൾ ഡെയിലി ഒരു 5 to 6 hours പഠിച്ചാൽ മാത്രമേ നമുക്ക് അതിൽ ആ ഒരു ബാക്കിയുള്ള അത്രയും സ്റ്റുഡൻസിനെ മറികടന്ന് നമുക്ക് അങ്ങോട്ട് എത്താനായിട്ട് സാധിക്കത്തുള്ളൂ. അതുപോലെ തന്നെയെന്ന് വെച്ചാൽ ഞാനൊക്കെ ആണെങ്കിൽ ഇപ്പം തലേന്ന് തന്നെ ഒരു പ്രീ പ്ലാൻഡ് ആയിട്ടുള്ള ഒരു ടൈം ടേബിൾ അനുസരിച്ച് ഫോളോ ചെയ്തായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. അപ്പം നമ്മൾ തലേന്ന് തന്നെ ഏത് ഏരിയാസ് ആണ് പേപ്പർ 1 ഇത്ര ടൈം സ്പെൻഡ് ചെയ്യണം, ഏത് ടോപ്പിക്സ് ഒക്കെ കവർ ചെയ്യണം, അതുപോലെ പേപ്പർ 2 ആണെങ്കിലും ഏതൊക്കെ ടോപ്പിക്സ് ആണ് കവർ ചെയ്യേണ്ടത്, ഏതൊക്കെ ഏരിയാസ് നോക്കണം. ആൻഡ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം നമ്മൾ റിവിഷന് ഒപ്പം തന്നെ കൊണ്ടുപോകണം. അല്ലാതെ എല്ലാം കൂടെ പഠിച്ചിട്ട് ലാസ്റ്റ് കൂട്ടിയിട്ട് നമ്മൾ റിവിഷൻ നടത്താന്നുള്ള ആ ഒരു പറ്റില്ല. സോ റിവിഷനും ഒപ്പം കൊണ്ടുപോവുക. പിന്നെ ഓരോ മോഡ്യൂൾസ് കഴിയുമ്പോഴും ഇപ്പൊ ഞാൻ ഫോളോ ചെയ്തിരുന്നായിരുന്നു PYQs വർക്ക്ഔട്ട് ചെയ്ത് നോക്കും. ഓരോ മോഡ്യൂൾസ് കഴിയുമ്പോഴും അതിന്റെ PYQസും കൂടെ നോക്കിയിട്ടാണ് അടുത്ത ഒരു മോഡ്യൂളിലേക്ക് കടക്കുന്നത്. ഓരോരുത്തരെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. സോ ഞാൻ ഫോളോ ചെയ്തിരുന്ന ആ ഒരു മെത്തേഡ് ആയിരുന്നു. ഓക്കെ മക്കളെ, സഹകാരിയുടെ ഏറ്റവും വലിയ ഒരു സക്സസ് സ്റ്റോറിയുടെ ഒരു മാനദണ്ഡം എന്ന് പറയുന്നത് റിവിഷൻ തന്നെയാണ്. ഇപ്പൊ മാം പറഞ്ഞത് കേട്ടില്ലേ, റിവിഷൻ വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓരോ ദിവസവും നിങ്ങൾ ടൈം ടേബിൾസ് പ്ലാൻ ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഓരോ ദിവസവും പ്രീവിയസ്ലി പഠിച്ച കാര്യങ്ങൾ റിവൈസും കൂടി ചെയ്യുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മൾ കുറെ കൂടി കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ തങ്ങി നിൽക്കുകയും നമുക്കത് പിന്നീട് നമുക്ക് യൂസ്ഫുൾ ആവുകയും ചെയ്യും, അല്ലേ മാഡം? മാഡം ഇനി ഈ നമ്മുടെ കുട്ടികളുടെ ഏറ്റവും വലിയ ചോദ്യമായിരിക്കും, ഓക്കെ ഞാൻ ടൈം ടേബിൾ പ്രിപ്പയർ ചെയ്തു, പ്ലാൻ സെറ്റ് ചെയ്തു, PYQs എല്ലാം കുറച്ചൊക്കെ കിട്ടിയതൊക്കെ എടുത്തിട്ടുണ്ട്, പക്ഷേ ഈ സ്റ്റഡി മെറ്റീരിയൽസ് ഇപ്പൊ പലപ്പോഴും കുട്ടികളുടെ ഒരു ആശങ്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല സ്ഥലങ്ങളിൽ പോയി റെഫർ ചെയ്യുക, പല ബുക്കുകൾ എടുക്കുക, അല്ലെങ്കിൽ പല വെബ്സൈറ്റുകളിൽ നിന്ന് കിട്ടുന്നതെല്ലാം വാരിപ്പെറുക്കി എടുത്തിട്ട് അവസാനം ഇതൊരു ബിഗ് ബേർഡൻ ആയിട്ട് ഇവരുടെ മനസ്സിൽ വരാറുണ്ട്, അല്ലേ മാഡം? അപ്പൊ കുറെ സാധനങ്ങൾ ഇരിക്കുന്ന സമയത്ത് ഏതാദ്യം പഠിക്കണം, അതായിരിക്കും അവരുടെ മനസ്സിലൊരു ചിന്ത. അപ്പൊ ഈ സ്റ്റഡി മെറ്റീരിയൽസ് ദാറ്റ് ഈസ് വൺ ഓഫ് ദി മെയിൻ തിങ്, അല്ലേ? അപ്പൊ നമുക്ക് ഇതിൽ വരുമ്പോൾ അപ്പം ഹൗ ടു കളക്ട് ദി സ്റ്റഡി മെറ്റീരിയൽസ് ആൻഡ് ഹൗ ടു പ്ലാൻ ദി സ്റ്റഡി മെറ്റീരിയൽസ്, അത് നമുക്കൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പം എങ്ങനെയാണ് മാഡം സ്റ്റഡി മെറ്റീരിയൽസ് കളക്ട് ചെയ്തതെന്നൊന്ന് പറഞ്ഞു തരാമോ? ഓരോരുത്തരും ഓരോ രീതിയിലായിരിക്കും ചെയ്യുന്നത്. അപ്പം ചില ആൾക്കാർക്ക് ലെക്ചേഴ്സ് കേട്ട് മാത്രം പഠിക്കുന്ന ആളുകളായിരിക്കും. ചിലവർ ടെക്സ്റ്റ് മാത്രം റെഫർ ചെയ്ത് പഠിക്കുന്നത്. ഞാൻ എന്നൊക്കെ പറഞ്ഞ ഒരു ഹൈബ്രിഡ് വേർഷൻ ആണ്. ടെക്സ്റ്റ് റെഫർ ചെയ്യും, പക്ഷെ ഫുള്ളി ഒരിക്കലും എനിക്ക് ടെക്സ്റ്റ് റെഫർ ചെയ്ത് പഠിക്കാൻ പറ്റുന്ന ഒരാളല്ല. ലെക്ചേഴ്സ് കേൾക്കും. മെയിൻ ആയിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ ഹാൻഡ് റിട്ടൺ നോട്ട്സ് പ്രിപ്പയർ ചെയ്യുക. ഓരോ മോഡ്യൂൾസിനും ഞാൻ സെപ്പറേറ്റ് നോട്ട്സ് കീപ്പ് ചെയ്തിരുന്നു. ഹാൻഡ് റിട്ടൺ നോട്ട്സ്, അതായത് 2 to 3 hours ഒക്കെ ഉള്ള ലെക്ചേഴ്സ് ആയിരിക്കാം, പക്ഷെ ഒരു 2 പേജിൽ നമ്മൾ അതിനൊരു ക്യാപ്സ്യൂൾ പരുവത്തിലാക്കി നോട്ട്സ് പ്രിപ്പയർ ചെയ്യുക. റിവിഷന്റെ സമയത്ത് ഏറ്റവും കൂടുതൽ ഇതായിരിക്കും. നമ്മളിങ്ങനെ പെന്നൊക്കെ വെച്ച് ഹൈലൈറ്റ് ചെയ്ത് ഓരോ പോയിന്റ്സും എടുത്ത് അപ്പോൾ റിവിഷന്റെ സമയത്ത് ഏറ്റവും യൂസ്ഫുൾ ആയിരിക്കുന്ന ഈ ഒരു ഹാൻഡ് റിട്ടൺ നോട്ട്സ് നമ്മുടെ തന്നെ നോട്ട്സ് ആയിരിക്കും. അതാണ് ചെയ്യേണ്ടത്. ഡൗൺലോഡ് ചെയ്തെടുക്കേണ്ട നോട്ടുകൾ എന്ന് പറയുന്നില്ല, ഇപ്പൊ ഏതൊക്കെ വെബ്സൈറ്റുകളിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് നോട്ടുകൾ കിട്ടുമെന്നോ, അല്ലെങ്കിൽ നമ്മുടെ BComന്റെയും MComന്റെയും ടെക്സ്റ്റ് ബുക്കുകളിലുള്ള അതേ ഡേറ്റ തന്നെ നമുക്ക് എടുത്താൽ മാത്രം മതിയോ? ഓക്കെ, ഇപ്പൊ നെറ്റൊക്കെ ക്വാളിഫൈ ചെയ്യാനാണെങ്കിൽ നമുക്ക് BCom MComന്റെ ടെക്സ്റ്റ് റെഫർ ചെയ്താൽ മതി. പക്ഷെ നമുക്കറിയാം യൂട്യൂബിൽ ഒത്തിരി ഫ്രീ ക്ലാസ്സസ് അവൈലബിൾ ആണ്. ഇപ്പൊ നമ്മൾ സഹകാരി പ്രൊവൈഡ് ചെയ്യുന്നത് പോലെ തന്നെ അല്ലെ, നമ്മൾ ഫ്രീ സീരീസ് പ്രൊവൈഡ് ചെയ്യുന്നു, ആപ്പിൽ ഫ്രീ ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്നു. അതുപോലെ തന്നെ ഒരുപാട് ഓപ്ഷൻസ് നമുക്ക് അവൈലബിൾ ആണ്. പിന്നെ ടെക്സ്റ്റ് സ്റ്റാൻഡർഡൈസ്ഡ് ആയിട്ടുള്ള ടെക്സ്റ്റ് വേണമെങ്കിൽ പേപ്പർ 1 ആണെങ്കിൽ നമുക്ക് KVS മദാൻ സാറിന്റെ ടെക്സ്റ്റ് ഫോളോ ചെയ്യാം. പേപ്പർ 2 കൊമേഴ്സ് ആണെങ്കിൽ കോൺസെപ്ച്വൽ ക്ലാരിറ്റി ഒക്കെ വേണമെങ്കിൽ നമുക്ക് ട്രൂമാൻസ് പബ്ലിക്കേഷൻ എന്ന് പറയുന്ന ഒരു ടെക്സ്റ്റ് ഉണ്ട്. ആ ഒരു ടെക്സ്റ്റ് നമുക്ക് നല്ലപോലെ തിയറിറ്റിക്കൽ ബേസിൽ വരുന്നതാണ്, അത് ഫോളോ ചെയ്യാനായിട്ട് പറ്റും. ഒപ്പം PYQസും റെഫർ ചെയ്യാന്നുള്ളതാണ്. ഓക്കെ മക്കളെ, ടീച്ചേഴ്സ് പറഞ്ഞ ഈ 2 ടെക്സ്റ്റ് ബുക്കിന്റെയും പേരുകൾ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടായിരിക്കും, മറക്കാതെ പോയിട്ട് അത് നോക്കുക. അതുപോലെ തന്നെ സഹകാരിയുടെ ഫ്രീ ക്ലാസ് സീരീസ് മാം പറഞ്ഞിട്ടുണ്ടായിരുന്നു, അപ്പൊ അതും കണ്ടു നോക്കുക. നമ്മൾ ഫ്രീ ക്ലാസ് സീരീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ദാറ്റ് ഈസ് വൺ ഓഫ് ദ ഇമ്പോർട്ടൻറ്റ് തിങ്. ഇപ്പൊ ആർക്ക് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നോ അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ യൂസ്ഫുൾ ആയിട്ട് ഉള്ളത് ഒന്നാണ് നമ്മുടെ ഈ ഫ്രീ ക്ലാസ് സീരീസ്. അത് കണ്ടു നോക്കുക. അപ്പം മാഡത്തിന്റെ ലെക്ചേഴ്സ് അതിൽ പോകുന്നുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് JRF ക്വാളിഫൈഡ് ആയിട്ടുള്ള ടീച്ചേഴ്സ് തന്നെയാണ് നമുക്ക് ക്ലാസ് എടുക്കുന്നത്. ഓക്കെ മാഡം, അതിന്റെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഇപ്പൊ ഈ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്ക് ഇപ്പം എല്ലാം ഒരു സ്ട്രാറ്റജിക് ബേസ്ഡ് ആയിട്ടുള്ള ഒരു പ്രിപ്പറേഷൻ ആയിരിക്കും, പ്രത്യേകിച്ച് ഇത്രയും ഹൈ ലെവൽ ഒരു കോമ്പറ്റീറ്റീവ് എക്സാം ആയതുകൊണ്ട്. അതായത് നാഷണൽ ലെവലിൽ നടക്കുന്ന ഒരു എക്സാം ആണ്, അല്ലെ? ഇന്ത്യയിൽ മൊത്തമുള്ള കുട്ടികൾ എല്ലാവരും ഇത് അറ്റൻഡ് ചെയ്യുന്നുണ്ട്. അപ്പം ഇതിന്റെ ഒരു സ്ട്രാറ്റജി അല്ലെങ്കിൽ സ്റ്റഡി പ്ലാൻ എന്ന് പറയുന്നത് ഇപ്പം പലർക്കും പല രീതിയിലായിരിക്കും. ഇവൻ മാം റീസെന്റ് ക്വാളിഫൈഡ് ആയിട്ടുള്ള
ആളാണ്. അപ്പം മാമിന്റെ ഒരു സ്ട്രാറ്റജി എന്തായിരുന്നു, ആ സ്റ്റഡി പ്ലാൻ എന്തായിരുന്നു, അല്ലെങ്കിൽ ഓരോ പ്രാവശ്യവും ഇപ്പം നമ്മൾക്ക് കിട്ടാതെ ഇപ്പൊ UGC നെറ്റ് വീണ്ടും വീണ്ടും പാസ്സായിട്ടും JRF കിട്ടാതെ വരുമ്പോഴത്തേക്കും ഡെഫിനറ്റ്ലി മാം ഒരു ഫസ്റ്റ് സ്ട്രാറ്റജിക് പ്ലാനിൽ നിന്ന് സെക്കൻഡിലോട്ട് മാറിയിട്ടുണ്ടായിരിക്കും. ദെൻ അത് കഴിഞ്ഞ ഒരു ഫൈനൽ പ്ലാനിൽ വന്നപ്പോഴായിരിക്കുമല്ലോ മാം ആ ഒരു അച്ചീവ്മെന്റിലേക്ക് എത്തിയത്. മാം ആ സ്ട്രാറ്റജി എന്തായിരുന്നു? PYQs ആയിരുന്നു ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്തിരുന്നത്. പക്ഷേ PYQs ചുമ്മാ വർക്കൗട്ട് ചെയ്യുമല്ല, PYQs കാണുന്ന അനുസരിച്ച് അതിൻ്റെ കോൺസെപ്റ്റ്സ് മനസ്സിലാക്കി ഡീപ്പ് ലേണിംഗ് നടത്തി, അല്ലെ ഓരോ കോൺസെപ്റ്റും എന്താണെന്ന് മനസ്സിലാക്കി അത് എങ്ങനെ എക്സാമിന് അപ്ലൈ ചെയ്യാം എന്നുള്ള ഒരു രീതിയിലേക്ക് ഞാൻ വന്നു. പിന്നെ എന്താണ്, കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള പഠനം നമുക്ക് ആവശ്യമാണ്. എന്താണ്, ഒരിക്കലും നമുക്ക് ഒരു പോയിന്റിൽ നമുക്ക് ചിലപ്പോൾ കിറ്റ് ചെയ്യണമെന്നൊക്കെ തോന്നും, പക്ഷെ എന്താണ്, ഒരിക്കലും നമ്മൾ നെവർ ഗീവ് അപ്പ്, അല്ലെ അങ്ങനെയാണ് ആ ഒരു രീതിയിൽ നമ്മൾ ഫോളോ ചെയ്യുക. പിന്നെയെന്ന് പറഞ്ഞാൽ ഇതൊരു 3 മണിക്കൂർ കണ്ടിന്യൂസ് ആയിട്ട് എഴുതുന്ന എക്സാം ആണ്. ഞാൻ പറഞ്ഞിരുന്നു CBT ആണ്, കമ്പ്യൂട്ടർ ബേസ്ഡ് ആയതുകൊണ്ട് തന്നെ എല്ലാവരും ചെയ്യേണ്ട കാര്യം മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യുക. ആ ഒരു റിയൽ ടൈം എക്സാമിന്റെ എക്സ്പീരിയൻസ് കിട്ടാനായിട്ട് നമ്മൾ ഓൺലൈൻ ആ ഒരു രീതിയിൽ തന്നെ എന്താണ് മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യുക, എങ്കിൽ മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ നമുക്ക് എന്താണ് ഇടയ്ക്ക് ബ്രേക്ക് ഒന്നുമില്ല, കണ്ടിന്യൂസ് ആയിട്ട് കമ്പൈൻഡ് ആയിട്ടാണ് നമ്മൾ എഴുതുന്നത്. പേപ്പർ 1ഉം പേപ്പർ 2നും കൂടെ 3 hours ആണ് കിട്ടുന്നത്. സോ അതുകൊണ്ട് തന്നെ എന്താണ് ഈ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കുക, മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ PYQs കണ്ടിന്യൂസ് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുക. ദെൻ വേറൊരു കാര്യം എന്ന് പറയുന്നത്, എപ്പോഴും നമുക്ക് ആ ഒരു സിലബസ് നോക്കിക്കഴിയുമ്പോൾ മനസ്സിലാവും നമുക്ക് കുറച്ച് സ്ട്രോങ് ഏരിയാസും കാണും, വീക്ക് ഏരിയാസും കാണും. അതെ, മാത്സ് വരുന്നുണ്ട്, ചിലർക്ക് തിയറി പഠിക്കാനായിരിക്കും ഇഷ്ടം. അങ്ങനെ ആ ഒരു രീതിയിൽ വരുമ്പോൾ ആദ്യം തന്നെ നമ്മുടെ സ്ട്രോങ് ഏരിയാസ് മനസ്സിലാക്കുക. ദെൻ ബേസിക് കാര്യങ്ങളിൽ നിന്നും അഡ്വാൻസ്ഡ് ടോപ്പിക്സിലേക്ക് പോകുക. നമ്മുടെ ഒരു കോൺഫിഡൻസ് കൂട്ടാനായിട്ട് നമുക്ക് സഹായിക്കും. സോ ആ ഒരു പ്രോസസ്സിന് ട്രസ്റ്റ് ചെയ്യുക, ട്രസ്റ്റ് ദ പ്രോസസ്, അതാണ് പറയാനുള്ളത്. ഓക്കെ, സോ മാമിന്റെ ഈ ഒരു അഡ്വൈസ് അല്ലെങ്കിൽ സ്ട്രാറ്റജിക് അഡ്വൈസ് നമുക്കും എപ്പോഴും ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്, അല്ലെ? നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണെങ്കിൽ പോലും നമ്മളെപ്പോഴും നമുക്ക് ഏറ്റവും ഈസി ആയിട്ടുള്ള ടോപ്പിക്കുകൾ ആദ്യം പെട്ടെന്ന് നമ്മൾ കവർ ചെയ്ത് വെക്കും, എന്നിട്ട് നമ്മൾ കുറച്ചും കൂടി പാടായിട്ടുള്ള ടോപ്പിക്കുകളിലോട്ട് പോകാറുള്ളൂ. സോ മക്കളെ, ഓരോരുത്തർക്കും ഓരോ സ്ട്രാറ്റജി ആയിരിക്കും, ഓരോ ഡിഫിക്കൽട്ടി ലെവൽസ് ആയിരിക്കും ഈ ഒരു എക്സാമിനെ വെച്ച് നോക്കുമ്പോഴത്തേക്കും. മക്കളെ, പുതുതായിട്ട് വരുന്നവര്, ഫസ്റ്റ് ടൈം UGC നെറ്റ് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികള്, നിങ്ങൾക്ക് ഇപ്പൊ ഇത്രയും വർഷത്തെ ലേണിംഗ് പ്രോസസ്സിന് ശേഷം നിങ്ങളുടെ മനസ്സിലുള്ള ഒരു സ്വപ്നമായിരുന്നിരിക്കും ഒരു അധ്യാപകനാകുക, ഒരു കോളേജിലെ ഒരു അധ്യാപകനാകുക അല്ലെങ്കിൽ അധ്യാപികയാകുക എന്നുള്ളത്, അല്ലെ? ഇപ്പം JRF കൂടി ക്വാളിഫൈ ആകുക എന്ന് പറയുന്നത് ഒരു ബോണസ് തന്നെയാണ് ഡെഫിനറ്റ്ലി. അപ്പം മക്കളെ, സ്റ്റോപ്പ് ചെയ്യാതിരിക്കുക. ഈ ഒരു സ്റ്റഡി പ്ലാൻ, നിങ്ങൾ ഇപ്പോൾ ഫൈനൽ ഇയർ MCOM സ്റ്റുഡന്റ് ആണെങ്കിൽ, അല്ലെങ്കിൽ MCOM നിങ്ങൾ കഴിഞ്ഞു നിൽക്കുന്ന ഒരു വിദ്യാർത്ഥി ആണെങ്കിൽ, മക്കളെ ഈ ഒരു പ്രോസസ് കണ്ടിന്യൂ ചെയ്യുക, പഠിക്കുക. സഹകാരി നിങ്ങളോടൊപ്പം ഉണ്ട്, അതുപോലെ തന്നെ JRF ക്വാളിഫൈഡ് ആയിട്ടുള്ള ഫെബിൻ മാം നമ്മളോടൊപ്പം ഉണ്ട്, ക്ലാസ്സുകൾ എടുത്തു തരാൻ വേണ്ടിയിട്ട്, നിങ്ങൾക്ക് അഡ്വൈസ് തരാൻ വേണ്ടിയിട്ട്. മക്കളെ, നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇത് ഒരു സ്പെസിഫിക് ടോപ്പിക്കിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയണമെങ്കിൽ നമ്മുടെ യൂട്യൂബ് വീഡിയോയുടെ താഴെ കമന്റ് ബോക്സിൽ നിങ്ങൾക്ക് അത് പറയാം. മറ്റൊരു പോഡ്കാസ്റ്റ് വീഡിയോയിലേക്ക് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. നമസ്കാരം.